ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. For today's reading and meditation, scripture portion is taken from Gospel according to Saint Matthew, chapter 9, verses commencing from 35 through 38, which I have already read as today's Gospel portion. And today our church set aparted this particular Sunday as Medical Mission Sunday. On account of that peculiarity, we are meditating a particular theme, that is compassion, loving and suffering together. മനസ്സലിവ്, സ്നേഹ സഹനങ്ങളിലുള്ള പങ്കുചേരൽ എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള തീം. അതിനാസ്പദമായിട്ടുള്ള വേദഭാഗമാണ് ഇന്ന് സുവിശേഷമായിട്ട് വായിച്ച വേദഭാഗവും ഇന്നത്തെ ഫസ്റ്റ് ലെസൺ, ഇന്നത്തെ സെക്കൻഡ് ലെസൺ, ഇന്നത്തെ ശ്ലീകാഭാഗം, ഇന്നത്തെ വേദഭാഗങ്ങൾ മുഴുവൻ ആ തീമുമായിട്ട് ബന്ധപ്പെട്ടതാകുന്നല്ലോ. When we come to this particular scripture portion, Gospel according to Saint Matthew, chapter 9, verses commencing from 35 through 38, here we see the heartbeat of Jesus' ministry. We can see threefold ministry: preaching, teaching and healing. സൗഖ്യമാക്കുക, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക, പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. Why Jesus does all this? He had compassion on them. അവരുടെ മേൽ അനുകമ്പ തോന്നി, മനസ്സലിവ് തോന്നിയിട്ടാണ് കർത്താവ് ഈ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുന്നതായിട്ട് നമുക്ക് സുവിശേഷ ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. So the Greek word spagnisomai, it pronounced as spagnisomai. That means to be deeply moved from within. കമ്പാഷന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ആഴത്തിലുള്ള ഒരു കരുണയാണ്. ഒരുവനോട് കാണിക്കുന്ന ആഴത്തിലുള്ള കരുണ. അത് സിമ്പതി അല്ല, ദാറ്റ് ഈസ് നോട്ട് സിമ്പതി. മറിച്ച് വേദനപ്പെടുന്നവരോട് ഒപ്പം വേദനപ്പെടുന്ന ഒരനുഭവം. ഒരുവൻ്റെ വേദനയിൽ ഒരുവനായിരിക്കുമ്പോൾ അവനോട് ചേർന്ന് ആ വേദന പങ്കിടുന്ന ഒരനുഭവമാണ് യഥാർത്ഥത്തിലുള്ള കമ്പാഷനായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്പാഗ്നിസോമൈ, ഇറ്റ് മീൻസ് ടു ബി ഡീപ്ലി മൂവ്ഡ് ഫ്രം വിത്തിൻ. കമ്പാഷൻ ഈസ് നോട്ട് മിയർലി സിമ്പതി, ഇറ്റ് ഈസ് ലവിങ് പീപ്പിൾ എനഫ് ടു എൻ്റർ ഇൻ ടു ദെയർ സഫറിങ്. അവരോടൊപ്പം വേദനപ്പെടുന്ന ഒരനുഭവമാണ്. അയ്യോ അങ്ങനെ വന്നല്ലോ എന്നുള്ള ഒരു പിറ്റി അല്ലെങ്കിൽ ഒരു സഹതാപം, ഒരു സിമ്പതി അല്ല, മറിച്ച് അവരോടൊപ്പം ആ വേദന അനുഭവിക്കുന്ന, വേദന പങ്കിടുന്ന ഒരനുഭവമാണ്. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തെ ആസ്പദമാക്കി ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു 3 മെയിൻ തോട്ട്സ്. ഫസ്റ്റ് വൺ, സീയിങ് വിത്ത് എ കമ്പാഷനേറ്റ് ഹാർട്ട്. മനസ്സലിവോടെ കാണുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ട് 2-3 വാക്യങ്ങൾ മാത്രമേ ഉള്ളല്ലോ ഇന്നത്തെ എവൻഗേലിയോൻ. അതിൽ നാം കാണുന്നത് അവൻ മനസ്സലിവോടെ കാര്യങ്ങളെ കണ്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഫീഡിങ് ദി 5000, 5000 പേരെ പോഷിപ്പിച്ച ആ പ്രത്യേക സംഭവത്തിലും നമ്മൾ കണ്ടത് അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അവരെ കുഴഞ്ഞവരും അല്ലെങ്കിൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു എന്നാണ്. ചാപ്റ്റർ 9 വേഴ്സ് 36, when he saw the crowds, he had compassion on them because they were harassed and helpless, like sheep without a shepherd. So Jesus does not look at the crowd as a mass, but as a wounded lives. അവരിൽ വെറുതെ ഇങ്ങനെ ഒരു ആൾക്കൂട്ടം എന്നുള്ള രീതിയിലല്ല അവൻ ജനക്കൂട്ടത്തെ കണ്ടത്, മറിച്ച്
അവരെല്ലാം വിവിധ തരത്തിൽ കുഴഞ്ഞവരാണ്, വിവിധ തരത്തിൽ ചിന്നിയവരാണ്, അല്ലെ വിവിധ തരത്തിൽ വേദന അനുഭവിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് അവരുമായിട്ട് ഇടപെടുന്നതായിട്ട് നമുക്ക് ഈ വേദഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ദേ വെയർ കൺഫ്യൂസ്ഡ്, വേറി ആൻഡ് ഷീപ്പ് വിതൗട്ട് ഷെപ്പേർഡ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചപ്പോൾ വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഷീപ്പ് വിതൗട്ട് ഷെപ്പേർഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ ആട്ടിൻകൂട്ടത്തിന് ഒരു ഡിറക്ഷൻലെസ് ആണ്, അവർക്ക് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ദേ കനോട്ട് ഫൈൻഡ് ദെയർ ഓൺ വേ ബിക്കോസ് ദേ ഹാവ് നോ ഷെപ്പേർഡ്. അതുപോലെ അപകടം ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. ദേ ആർ ഇൻ എ ഡേഞ്ചർ സിറ്റുവേഷൻസ്. മറ്റുള്ള ജീവികളൊക്കെ ഒരുപക്ഷെ ആക്രമിച്ചാൽ അതിനോട് പ്രതിരോധിക്കാൻ അവർക്കൊരു ഇടയനില്ലാത്ത ഒരവസ്ഥ. ആട്ടിൻകൂട്ടത്തിൻ്റെ അവസ്ഥ അതാണ്. അന്നത്തെ മതബോധനങ്ങൾക്കും മതനേതാക്കൾക്കും ജനങ്ങൾക്ക് ആവശ്യമായ യഥാർത്ഥത്തിലുള്ള ലീഡർഷിപ്പ് നൽകാനായിട്ട് സാധിച്ചില്ല. വെറും നാമമാത്രമായ ആചരണങ്ങളായിട്ട് അവരുടെ മതനേതൃത്വം അധപ്പതിച്ച സമയത്താണ് കർത്താവ് അവരെ കണ്ട് മനസ്സലിയുന്ന ഈ ഒരു അനുഭവത്തിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ആപത്തിൽപ്പെട്ടവർക്ക്, മുറിവേറ്റവർക്ക്, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടവർക്ക്, ജീവിതത്തിൽ കുഴഞ്ഞവരും ചിന്നിയവരുമായിരിക്കുന്നവർക്ക്, ജീവിതത്തിൻ്റെ വേദനകളുടെ നടുവിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ള ഈ ജനത്തെ കണ്ടാണ് കർത്താവ് മനസ്സലിയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ മൈ ഡിയർലി ബെലവഡ് ഇൻ ക്രൈസ്റ്റ്, കമ്പാഷൻ ഇറ്റ് ബിഗിൻസ് വിത്ത് സീയിങ് റൈറ്റ്ലി. ശരിയായിട്ട് കാണുന്നിടത്ത് നിന്നാണ് മനസ്സലിവ്, കമ്പാഷൻ ആരംഭിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ മറന്നു പോകാനായിട്ട് പാടില്ല. ശരിയായിട്ട് കാണുന്നിടത്ത് നിന്ന്. അതുകൊണ്ട് നമ്മുടെ കാഴ്ച നമ്മൾ ശോധന ചെയ്യണം. നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നത്? ഹൗ വി ആർ seeing others. Sometimes they have their own problems. Sometimes they have their own anxieties, their own sorrows. In the midst of all those agony situations, as they are mingling with you, how are you seeing others? മറ്റുള്ളവരെ എങ്ങനെയാണ് കാണുന്നത്? ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം. സെർവൻ്റ് ഓഫ് ദ ലോർഡിനെ കുറിച്ച് യെശയ്യാ പ്രവചനം 1-ാമത്തെ പാഠം വായിച്ചെടുത്ത് 42:3 രേഖപ്പെടുത്തിയിരിക്കുന്നത്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. അവന് ഈ കുഴഞ്ഞവരെയും ചിന്നിയവരെയും ഈ വേദന അനുഭവിക്കുന്നവരെയും നശിപ്പിച്ച് കളയാൻ അത്ര കഠിന ഹൃദയമുള്ളവനല്ല. അവൻ ചതഞ്ഞ ഓട അവനൊരിക്കലും ഒടിച്ചു കളയുകയില്ല, അവൻ പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. സോ അതുകൊണ്ട് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ഫോർ ഐസ് ദാറ്റ് സീ പീപ്പിൾ ബിയോണ്ട് അപ്പിയറൻസ്. പുറമേ കാണുന്ന അവരുടെ കാഴ്ചകളെക്കാൾ അപ്പുറമായി ദൈവമേ മറ്റുള്ളവരെ കാണാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അവർക്കൊരു പക്ഷേ ഹിഡൻ പെയിൻ കാണും, അവരുടെ നിശബ്ദതയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. ചിലപ്പോൾ ചിലരൊക്കെ നമ്മളോട് കോപിച്ചെന്ന് വരും, ആങ്കർ. ആൻഡ് സംടൈംസ് ദേ മേ ആക്ട് ആസ് ഇൻഡിഫറൻസ് ആയിട്ട് ചിലപ്പോൾ ആക്ട് ചെയ്തെന്ന് കാണും. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കണ്ണിൽ കൂടെയാണ് നമ്മൾ ഇവരെയൊക്കെ കാണുന്നത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണും. ആ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ അവരെ കാണാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് നാം മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കാണുന്നിടത്ത് നിന്ന് നമ്മുടെ കമ്പാഷൻ ആരംഭിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പത്രോസ് യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലെത്തിയപ്പോൾ അവിടെ ഒരു മനുഷ്യനെ, അല്ലേ, പിറവിയിൽ മുതൽ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ, അല്ലേ, അവരിരിക്കുന്നതും ഭിക്ഷ യാചിക്കുന്നതും അവർ കാണുമ്പോൾ അവനെ നോക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. യഥാർത്ഥത്തിൽ അവനെ കാണാനായിട്ട് സാധിക്കുന്നു. അവനോട് മനസ്സലിവ് പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഞങ്ങളുടെ ഇളയ മോള് നന്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളോട് പറയും, അമ്മ എന്നെ നോക്ക്, എന്നെ നോക്ക്, എന്നെ നോക്ക്. എന്തെങ്കിലും വേറെ സംസാരത്തിലൊക്കെ ആയി കഴിയുമ്പോൾ പറയും, എന്നെ നോക്ക് എന്നിങ്ങനെ പറയും. പക്ഷെ അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, നമ്മുടെ കുട്ടികൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, എന്നെ നോക്ക്. നമ്മുടെ പ്രായമായവർ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, എന്നെ നോക്ക്. നമ്മുടെ സഹവിശ്വാസികൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, എന്നെ നോക്ക്. വെറുതെ ഇങ്ങനെ നോക്കിപ്പോകാനല്ല. നിൻ്റെ അപ്പിയറൻസ് കൊള്ളാം, യുവർ അപ്പിയറൻസ് ഈസ് ഗുഡ്, യുവർ ഡ്രസ് ഈസ് ഗുഡ്, യുവർ എക്സ്റ്റേണൽ അപ്പിയറൻസ് എവറിതിങ് ഈസ് ഗുഡ്. അത് പറയാനല്ല. വി ഹാവ് ടു സീ ദെയർ സിറ്റുവേഷൻസ്.
ദെയർ ഹാർട്ട്. അങ്ങനെയുള്ളിടത്താണ് യഥാർത്ഥത്തിൽ ഒരു മനസ്സലിവ് ആരംഭിക്കുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ കാഴ്ചകൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഈ ലോകത്തിൽ വി ആർ ഗിവിങ് പ്രയോറിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ടു ദി എക്സ്റ്റേണൽ അപ്പിയറൻസ്. അങ്ങനെയുള്ള ലോകത്തിൽ ട്രൈ ടു സീ ദെയർ ഹാർട്ട്. അവരാകുന്ന രീതിയിൽ ചിന്തിപ്പാനും അവരെന്തുകൊണ്ടിങ്ങനെ ആയി എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നിടത്താണ് മനസ്സലിവ് ആരംഭിക്കുന്നത്. കർത്താവ് പുരുഷാരത്തെ കണ്ട് വെറുതെ ഒരാൾക്കൂട്ടം എന്നല്ല കർത്താവ് കണ്ടത്. അവരിൽ കുഴഞ്ഞവരെ കാണാൻ കർത്താവിന് സാധിച്ചു. അവരിൽ ചിന്നിയവരെ കാണാൻ കർത്താവിന് സാധിച്ചു. ഒരു ഹരാസ്ഡായിട്ടുള്ള ആൾക്കാരെ കർത്താവിന് കാണാൻ സാധിച്ചു. അവരിൽ നിന്ദിക്കപ്പെടുന്നവരെ കർത്താവിന് കാണാൻ സാധിച്ചു. ഇതിനു മുമ്പുള്ള വേദഭാഗത്ത് ആ വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ രോഗികൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്തത് അപ്രകാരമുള്ള മനസ്സലിവോടുകൂടിയാണ് കാണാൻ സാധിക്കുന്നത്. 5 രൂപയും കൊണ്ട് യുഗോസ്ലാവിയയിൽ ജനിച്ച് കൽക്കട്ടയുടെ തെരുവീതിയിൽ സുവിശേഷ പ്രവർത്തനവുമായി വന്നു ചേർന്ന മദർ തെരേസ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. ഈ തെരുവീതികളിൽ മരണാസന്നരായി കിടക്കുന്ന അനാഥ സഹോദരങ്ങളിൽ യേശുവിൻ്റെ മുഖം ഞാൻ കാണുന്നു. മറ്റുള്ളവരുടെ മുഖത്ത് ഈശ്വര ചൈതന്യം കാണുക, കാണേണ്ടതുപോലെ കാണുക. അങ്ങനെ കാണാൻ സാധിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും. നമുക്ക് അവരെ കമ്പാഷനോടുകൂടി, ഒരാൾ നിങ്ങളോട് കോപിച്ചാൽ കമ്പാഷനോടുകൂടി കാണാൻ പഠിക്കുക. ഒരാൾ നിങ്ങളോട് ഇൻഡിഫറൻ്റായിട്ട് ആക്ട് ചെയ്താൽ അത് കമ്പാഷനോടുകൂടി അവനെ സമീപിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുടുംബത്തിൽ, നമ്മളുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു കമ്പാഷനോടുകൂടി നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമാകും. രണ്ടാമതായി ഉള്ള ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ടച്ചിങ് വിത്ത് എ കമ്പാഷനേറ്റ് ഹാർട്ട്. കാണുക മാത്രമല്ല, അവരെ തൊടാനും നമുക്ക് സാധിക്കണം. തൊടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മിയർലി എ ഫിസിക്കൽ ടച്ച്. ടച്ച് വിത്ത് അവർ വേർഡ്സ്, ടച്ച് വിത്ത് അവർ പ്രസൻസ്, ടച്ച് വിത്ത് അവർ ആക്ഷൻസ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളോടുകൂടി അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള കരുണാർദ്രമായ ഒരു സ്പർശനം നമ്മൾ അവർക്കൊക്കെ നൽകേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കർത്താവ് ഇവിടെ എന്ത് ചെയ്തു? അവരെ കണ്ട് കമ്പാഷൻ മാത്രമല്ല, അവരെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ജീസസ് കമ്പാഷൻ ഈസ് ആക്റ്റീവ്, നോട്ട് പാസീവ്. വെറുതെ ഇങ്ങനെ കണ്ട് പോകുന്നതല്ല, കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് ഈ വേദഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നു. യേശു പട്ടണം തോറും, വേഴ്സ് 35, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. He touched people with his words. He touched people with his mighty presence. He touched people with his healing touch. അല്ലേ? ആ ഒരു സ്പർശനത്തോടുകൂടി കർത്താവ് മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 7-ാം വാക്യത്തിലും ഈ പത്രോസ് യോഹന്നാനും ഈ മുടന്തനായ മനുഷ്യനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. 9-ാം മണിനേരമാണ്. 9-ാം മണിനേരത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. അതൊരു കോപ്പറേറ്റ് പ്രെയറിൻ്റെ സമയമാണ്. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. Exodus chapter 29 verse 39, when you go through that particular portions, you can see that it's a time of evening sacrifice. ഭോജനയാഗം അർപ്പിക്കുന്ന സമയമാണ് ഈ 9-ാം മണിനേരം. 9-ാം മണിനേരത്താണ് യേശു ക്രിസ്തു നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടത്. ഈ 9-ാം മണിനേരം ഭോജനയാഗം ദേവാലയത്തിൽ അർപ്പിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള ഒരു വലിയ യാഗം അർപ്പിക്കാൻ പോകുന്ന സമയമായിട്ട് കൂടെ ആ യാഗത്തെക്കാൾ അപ്പുറമായി വേദനപ്പെടുന്നവനെ ഞാൻ സുഖപ്പെടുത്തുന്നതാണ്, ആശ്വാസം പകരുന്നതാണ് യഥാർത്ഥ ആരാധനയെന്ന് പത്രോസ് യോഹന്നാനും മനസ്സിലാക്കിയിടത്താണ് പ്രിയപ്പെട്ടവരെ സൗഖ്യം ലഭിക്കുന്നത്. എത്രയോ പേര് മാനസികമായും ശാരീരികമായും സൗഖ്യം വേണ്ടവരുണ്ടെന്നറിയാമോ? അവർക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അവരെ തൊടാൻ സാധിക്കണം. ഇന്ന് നമ്മൾ ആരെയെങ്കിലും സ്പർശിക്കുന്നുണ്ടോ എന്നുള്ളത് ശാന്തമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ആസ് വി ആർ പാസിങ് ത്രൂ ദിസ് എർത്ത്, ആസ് അറ്റ് വൺസ്, ഡു യു ടച്ച് എനിബഡി വിത്ത് യുവർ വേർഡ്സ് ആൻഡ് പ്രസൻസ്? എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ വാക്കുകൾ കൊണ്ട് എനിക്ക് ആരെയെങ്കിലും സ്പർശിക്കാൻ സാധിക്കുന്നുണ്ടോ? ചേമ്പിലയുടെ പുറത്ത് വെള്ളം വീണ് മഴ കഴിയുമ്പോൾ ചേമ്പിലയിലെ വെള്ളം ഇങ്ങനെ ചോർന്ന് പോകുന്നത് പോലെ, പ്ലാസ്റ്റിക്കിൻ്റെ പുറത്ത് വെള്ളം വീണിട്ട് അതിങ്ങനെ തെന്നിപ്പോകുന്നത് പോലെ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചു. എൻ്റെ ടാലൻറ്റ്, എൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകൾ, എൻ്റെ കഴിവുകൾ ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ശാന്തമായിട്ട് ചിന്തിക്കണം. മറ്റുള്ളവരെ സ്പർശിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ?
ആരെയും സ്പർശിക്കാതെ, ആരോടും അനുകമ്പയില്ലാതെ, ആരോടും സ്നേഹമില്ലാതെ, വെറുതെ ഒരു തുരുത്ത് പോലെ നാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നെങ്കിൽ എത്ര അരിഷ്ടന്മാരാണ് നമ്മളെന്ന് ഓർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ ദുഃഖിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല വാക്കുകളോടുകൂടെ, നല്ല സാന്നിധ്യത്തോടുകൂടെ, നല്ല ഇടപെടലോടുകൂടെ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനായിട്ട് സാധിക്കണം. അതാണ് യഥാർത്ഥ ആരാധന. വില കൂടിയ യാഗത്തെക്കാളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ പ്രീതിപ്പെടുന്നവനാണ് ദൈവമെന്ന് ഞാൻ നിങ്ങളും മറന്നു പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ടൈം, ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. ടൈം ആൻഡ് ടൈഡ് നോ വെയിറ്റ്സ് ഫോർ മാൻ, അല്ലേ? നമുക്ക് ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ നമുക്കൊന്നും സമയം കിട്ടത്തില്ല. ഒരു സെക്കൻഡ് കൂടി എനിക്കൊന്ന് കൂടുതൽ തരാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടത്തില്ല. ഇറ്റ്സ് സോ പ്രഷ്യസ്. അതുകൊണ്ട് ഈ വിലപിടിപ്പുള്ള ഈ സമയം മറ്റുള്ളവരെ ഒക്കെ ഒരു പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ? പ്രയർ. ഡു യു ഹാവ് എ പവർ ഓഫ് പ്രയർ? ആൻഡ് യു ക്യാൻ പ്രേ ഫോർ അതേഴ്സ്, not to share their feelings with others, but when they are sharing something with you, keep that need or their worries confidently in your heart and pray for them. എഴുതി വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് മറന്നു പോകാതെ പ്രാർത്ഥിക്കാനായി, കുടുംബ പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരായി, വ്യക്തിഗത പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരായി, നമുക്ക് വേണ്ടി മാത്രമല്ല, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ, എനിക്ക് നല്ല ജോലി തരണമേ, നല്ല ശമ്പളം കിട്ടണമേ, എനിക്ക് നല്ല സൗകര്യം തരണമേ, എനിക്ക് എന്നുള്ള തനിപ്പിടുത്തമല്ല. നോട്ട് ബി ആൻ ഐ സ്പെഷ്യലിസ്റ്റ്. എന്നുള്ളതല്ല, മറ്റുള്ളവരുമായിട്ട് ചേർന്നുകൊണ്ട് അർത്ഥപൂർണമായിട്ട് മറ്റുള്ളവരെ തൊടാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ മറ്റുള്ളവർ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, എനിക്ക് വേണ്ടി കൈത്താങ്ങലുകൾ തന്നു, എനിക്ക് വേണ്ടി അവരുടെ ജീവിതം മുഴുവൻ ഉപയോഗിച്ചു, അല്ലേ? എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ തൊടാനായിട്ട് സാധിക്കണം. ടച്ചിങ് വിത്ത് എ കമ്പാഷനേറ്റ് ഹാർട്ട്. ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാം, ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. തേർഡ്ലി, ഷെയറിങ് ഇൻ ദ ബർഡൻ ത്രൂ പ്രെയർ ആൻഡ് പാർട്ടിസിപ്പേഷൻ. പ്രാർത്ഥനയിലൂടെ അവരുടെ ഭാരങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനും അതുപോലെ അവരുടെ വേദനകളിൽ പങ്കാളികളാകാനുമായിട്ട് നമുക്ക് സാധിക്കണം. ഷെയറിങ് ഇൻ ദ ബർഡൻ ത്രൂ പ്രെയർ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇവിടെ നമ്മൾ നോക്കിക്കുക, കർത്താവ് ഇവിടെ കാണുന്നുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്. കർത്താവ് ഇവിടെ എന്താ പറയുന്നത്? കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. എന്നിട്ട് പറയുന്നത് നമ്മൾ അവിടെ കൊണ്ടങ്ങ് തീരും. അത് കഴിഞ്ഞ് പറയുന്നതാണ് ഇമ്പോർട്ടൻസ്. വേഴ്സ് 38. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇൻറ്റർസെസറി പ്രെയർ ഹാസ് ഇറ്റ്സ് ഓൺ പവർ ഇൻ യുവർ സൊസൈറ്റി, ഇൻ യുവർ ലൈഫ്. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കേണ്ടതിൻ്റെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ യാചിപ്പീൻ, അല്ലേ? മറ്റുള്ളവരുടെ ബേർഡൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു മിഷനുണ്ട് എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക്, അല്ലെങ്കിൽ ഒരു മിഷന് വേണ്ടി, കർത്താവിൻ്റെ മിഷന്, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് ആളിനെ വേണം. ഈ ആളിനെ ആയിട്ട് നിങ്ങൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിപ്പീൻ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ സുവിശേഷ വേലയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രസകരമായിട്ട്, പലപ്പോഴും തമാശയായിട്ടാണ് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ഇൻറ്റർസറി പ്രെയർ നടത്തുമ്പം when we share so many other subjects, the people are ready to pray. But sometimes, when we share to pray for a gospel work or mission or for church എന്ന് പറയുമ്പം, sometimes there will be a silence, a short time silent there. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് അത്ര ഉത്സാഹം ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു മടി ഒക്കെ കാണും. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? We should be prepare ourselves to go for that. If you are praying for that, be ready to send somebody for that gospel work. We can pray easily, we can do prayer, but it is very difficult to go forward and to do that ministry for the glory of thy name. It is very difficult. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ ഒരു മനസ്സ് വേണം. എൻ്റെ സമയം, എൻ്റെ റിസോഴ്സസ്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഞാൻ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എൻ്റെ ആയുസ്സിൻ്റെ ദശാംശം,
എത്ര കാലം ഈ ലോകത്തിൽ ജീവിച്ചു, അതിൻ്റെ ഒരു ദശാംശം ഏതെങ്കിലും കാര്യങ്ങൾക്ക്, ഏതെങ്കിലും മിഷൻ ഫീൽഡ് സന്ദർശിക്കുക, അല്ല സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് അവധിയെടുത്ത് പോയി കുറച്ചൊന്ന് പങ്കാളികളാകുക. ഡോക്ടർമാരെയൊക്കെ ആവശ്യമുണ്ട് മിഷൻ ഫീൽഡിലൊക്കെ. അവിടെ ചെന്നൊരു 5 ദിവസത്തെ മെഡിക്കൽ ക്യാമ്പ് നടത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ ദശാംശം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ബേർഡൻ നമ്മൾ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതിനുവേണ്ടി പോകാനുള്ള റെഡി കൂടെ, അത് തയ്യാറായിട്ടുകൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പറയുന്നു, അടിയനിതാ, അടിയനെ അയക്കണമേ എന്നുള്ള ഒരു മനസ്സോടുകൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഇവിടെ പറയുന്നു, ഷെയറിങ് ഇൻ ദ ബേർഡൻ ത്രൂ പ്രെയർ, നോട്ട് ഓൺലി പ്രെയർ ബട്ട് ഓൾസോ പാർട്ടിസിപ്പേഷൻ ഓൾസോ നീഡഡ്. നമ്മുടെ ഇടവക 50 വർഷമൊക്കെ ആഘോഷിക്കാൻ പോവുകയാണ്. ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഗോൾഡൻ ജൂബിലി. ഈ ഗോൾഡൻ ജൂബിലിയുടെ സമയത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞോ എങ്കിലും, ഒരാളെയെങ്കിലും ഈ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് വിടാനായിട്ട്, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമോ? പ്രേ ഫോർ ദാറ്റ്. ഗോഡ് സെൻഡ് സംബഡി or raise somebody from our community to do your ministry എന്ന് പറഞ്ഞ് നമുക്കൊരാളിനെ അയക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മളെപ്പോഴും ഇടവകയിലേക്കൊക്കെ ട്രാൻസ്ഫറിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇടവകയായിട്ട് ചിന്തിക്കുന്നുണ്ട്, വി നീഡ് സ്മാർട്ട് അച്ചൻസ്, അല്ലേ? വി നീഡ് സ്മാർട്ട് അച്ചൻസ് ടു സെർവ് എമംഗ് us. ബട്ട് വേർ ഡു വി ഗെറ്റ് ദി സ്മാർട്ട് അച്ചൻസ്? This is a state, in the upcoming days it is very difficult to serve here, so we need people from our own land, our own community. In ancient time also, our church, our ancient forefathers, our forefathers and foremothers, they thought about that and they dedicated their children for their ministry. That's why they went to different part of the world and doing their ministry. But God gave ample opportunity to you and your children. How are you utilizing that? Are you praying for that? Do you have a burden regarding that matter? നമ്മളിവിടെ ജീവിക്കുമ്പോൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ചർച്ചുകളിലൊക്കെ ശുശ്രൂഷ ചെയ്താൽ മതി. മാർത്തോമ ചർച്ച്. We need missionaries who will come forward. ആര് വരും? അതുകൊണ്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുകയും കൂടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ഇൻ്റർസെഷൻ. സീയിങ് പെയിൻ, ടച്ചിങ് ലൈഫ്സ് ആൻഡ് ക്യാരിങ് ബർഡൻ ത്രൂ പ്രെയർ ആൻഡ് ആക്ഷൻ, അല്ലേ? കർത്താവ് പർവ്വത പ്രസംഗത്തിലും പറഞ്ഞ, ബ്ലസ്ഡ് ആർ ദ മേഴ്സിഫുൾ ഫോർ ദേ ഷാൽ റിസീവ് മേഴ്സി. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. When we show compassion towards others, you will get mercy. There are 2 sadder hearts than you go and comfort them, that will comfort you. When you comfort others through your actions, you may get comfort. You will receive comfort. That's the meaning of that particular sentence. There are 2 sadder hearts than you go and comfort them, that will, your action will comfort you. Your intervention will comfort you. Your attitude will comfort you. Your sharing will comfort you. Your touching will comfort you. Your genuine intervention will comfort you. അത് നമുക്ക് ആശ്വാസം ലഭിക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ജീവിതത്തിൽ മുഴുവൻ കാണുന്നത്, അവൻ കാണിച്ചിട്ടുള്ള കമ്പാഷൻ പലതരത്തിലാണ്. ഞാനൊന്ന് അതുകൂടി പറഞ്ഞൊന്ന് അവസാനിപ്പിക്കാം. കമ്പാഷൻ ദാറ്റ് സ്റ്റാർട്ട് വിത്ത് അറ്റൻറ്റീവ് സീയിങ്, കമ്പാഷൻ ദാറ്റ് ഡീപ്ലി മൂവ്ഡ് ഫ്രം വിത്തിൻ, ഇന്നർ agony, emotional involvement, and compassion that restores human dignity, and compassion that acts, not just feels, compassion that heals holistically, not not to their body but to their soul and their spirit, their mind. Compassion that heals holistically, compassion that interrupts schedules. അല്ലേ? കർത്താവിൻ്റെ പദ്ധതികളെല്ലാം മാറിയപ്പോൾ പോലും he set apart at certain time to hear others, spend his valuable time for others. Compassion that interrupts schedules, compassion that leads to prayer and mission, compassion that leads to cross. Finally, that compassion led him to cross. അവൻ കുരിശി മരിച്ചതും നമ്മളോടുള്ള മനസ്സലിവ് കൊണ്ടാണ്. How much do you love me? Then he will stretch his mighty hands and he will die. This
this much. How much do you love me, Christ? This much. He will stretch his hand up to cross. കുരിശോളം തൻ്റെ കരങ്ങൾ വിരിച്ച് താൻ യാഗമായി നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്നവൻ കാണിക്കാനായിട്ട് സാധിക്കും. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപക്ഷെ മരിക്കാനൊന്നും സാധിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ വാക്കുകളിലും പ്രവർത്തികളിലും ഇടപെടലിലും കമ്പാഷൻ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? 3 ചിന്തകളിലാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. ശരിയായിട്ട് കാണുക, see others in a right manner, and touch others with a compassionate heart, and share their feeling and participate in divine mission. God bless you. Now I invite George Abraham uncle to lead us in prayer.